സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ മലയാളികൾക്കിടയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആഘോഷമാണ് തിരുവോണം. യഥാർത്ഥത്തിൽ ഇത് മലയാളികൾക്കിടയിൽ മാത്രമല്ല, ഭാരതത്തിലുടനീളമുണ്ട്. മറ്റ് പല പേരുകളിലൂടെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ തിരുവോണം മലയാളികൾക്ക് ദേശീയ ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. മലയാളികൾ എവിടെയുണ്ടോ, ലോകത്ത് എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ എന്താണ് ഈ പറയുന്ന തിരുവോണത്തിന് അത്രയേറെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ തിരുവോണം എന്നുള്ള ആഘോഷം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാലാകാലങ്ങളായി നമ്മൾ ചെയ്യുന്നത് അങ്ങ് ചെയ്തു പോകുന്നു എന്നർത്ഥം. അല്ലാതെ ഇത് എങ്ങനെ ചെയ്യണം, ഏത് വിധത്തിലാണ് ഇതിൻ്റെ ആരംഭം എങ്ങനെയാണ് ഒന്നും പല ആൾക്കാർക്ക് അറിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഐതിഹ്യം ഇതിന് തൊട്ട് മുമ്പ് ഞാനിവിടെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഐതിഹ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആഘോഷം എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലാതെ നമ്മൾ ആഘോഷം നടത്തിയിട്ട് ഒരു കാര്യമില്ല. രോഗം മനസ്സിലാക്കിയാലല്ലേ നമുക്കതിന് മരുന്ന് കൊടുക്കാൻ പറ്റൂ. അതുപോലെ തിരുവോണം എന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യം ആദ്യം മനസ്സിലാക്കണം. ആ ഐതിഹ്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് കാണുക. അതവിടെ കേട്ടെ. അപ്പോൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എപ്പോഴാണോ തിരുവോണം വരുന്നത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം എന്ന് വെച്ചാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അന്ന്, ആ ദിവസമാകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ ചെയ്യേണ്ടത്? വീട്ടിലേക്ക് നാളെ തിരുവോണം വരുമ്പോൾ ആ വീട് അലങ്കരിക്കണമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 10 ദിവസമാണ് തിരുവോണം ആഘോഷിക്കുന്നത്. എന്ന് വെച്ചാൽ അത്തം നക്ഷത്രം മുതൽ തിരുവോണം നക്ഷത്രം വരെയുള്ള കാലഘട്ടങ്ങളിൽ 10 ദിവസം. ഇത് തീരുന്നില്ല. അത് തീരാതെ 3-ാം ഓണവും 4-ാം ഓണവും ആഘോഷിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നുവെച്ചാൽ ഓണം പണ്ട് ഒരു മാസമായിരുന്നു എന്നുള്ളതിന് തെളിവാണ് അത്. ഏതായാലും തിരുവോണം അടുക്കാറായി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ വീടും പരിസരവും ഒക്കെ ആദ്യം വൃത്തിയാക്കും. വീടിനോട് തൊടിയോട് ചേർന്ന്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ തറയോട് ചേർന്നിട്ടുള്ള പുല്ലുകളും കച്ചറകളൊക്കെ അടിച്ച് നീക്കി അല്ലെങ്കിൽ പറിച്ച് കളഞ്ഞ് അവിടെയൊക്കെ വൃത്തിയും വെടിപ്പുമാക്കും. തിരുവോണത്തിന് നമ്മൾ മുമ്പേ തയ്യാറെടുക്കും. എന്താണ്? പലതരം വിത്തുകൾ കൊണ്ടുവന്ന് നമ്മുടെ തൊടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആ പൂക്കൾ വരാൻ വേണ്ടി കാത്തിരിക്കും. എന്തിനാ? തിരുവോണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മുൻപ് തന്നെ നമ്മൾ തിരുവോണം എപ്പോഴാണ് വരുന്നത് വെച്ചാൽ മഴയുടെ ആരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ വിത്തൊക്കെ പാകി, ഒരു പുതുമഴ പെയ്ത ഉടനെ തന്നെ നമ്മൾ ചെടികൾ നട്ട് വിത്ത് ഒക്കെ പാകി നിൽക്കും. ഇതിലെ പൂക്കൾ ശേഖരിച്ചിട്ട് ആ പൂക്കളാണ് നമുക്ക് തിരുവോണത്തിന് വേണ്ടത്. അപ്പോൾ ഈ അത്തം നാളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വീടും പരിസരമൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അത് ശുദ്ധിയുള്ളതാക്കി വെക്കും എന്നർത്ഥം. അത്തം നാൾ മുതൽ തന്നെ നമ്മൾ പൂക്കളം ഒരുക്കി തുടങ്ങും. ഇതൊക്കെ എന്തിനാണെന്ന് അറിയാലോ? ആ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ അറിയാം എന്തിനാണ് പൂക്കളം ഒരുക്കുന്നത് എന്നുള്ളത്. അങ്ങനെ പൂക്കളം ഒരുക്കി 1-ാം ദിവസം നമ്മൾ ഇട്ടു, 2-ാം ദിവസം ഇട്ട്, അവസാനം 10-ാമത്തെ ദിവസമാകുന്ന തിരുവോണ നാളാവുമ്പോഴേക്കും നമ്മൾ വീടിൻ്റെ അകത്ത് ആണ് തിരുവോണത്തിൻ്റെ ആ പൂക്കളം ഒരുക്കുക. അത് വിശാലമായിട്ട് വളരെ മനോഹരമായിട്ട് നിരവധി പൂക്കളോട് കൂടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമ്മൾക്കറിയാം, ആ കാലഘട്ടത്തിൽ, പണ്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പൂക്കൾ തേടിയിട്ട് നിരവധി സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തിരുവോണത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ഉത്രാടം നാളിൽ ഞങ്ങൾ കുട്ടികൾ ഒത്തിരി ആൾക്കാർ ചേർന്നിട്ട് ഒരു ഇലയെ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സഞ്ചി പോലെ ആക്കിയിട്ട് ഓരോ സ്ഥലത്തും നമ്മുടെ ഈ പാറ പോലുള്ള സ്ഥലങ്ങളിൽ കാണുന്നതാണ് കാക്കാപ്പൂ എന്ന് പറയുന്നത്. ഒരു നീല ജലാശയം പോലെ ദൂരെ നോക്കുമ്പോൾ കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ. വളരെ ശ്രദ്ധയോടുകൂടി മത്സരിച്ചിട്ടാണ് പൂക്കൾ ഇങ്ങനെ ഇറുത്തെടുക്കുക. എന്തിനാണെന്നറിയോ? ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാവണം എന്നുള്ള ചിന്തയോടുകൂടി.
അങ്ങനെ ആ പൂക്കൾ ഓരോന്ന് നമ്മൾ പിഴുതെടുത്ത് ഇറുത്തെടുത്ത് കാക്കാപ്പൂവ്, ഈ കാക്കാപ്പൂവിൻ്റെ അടുത്ത് തന്നെ കുറച്ചും കൂടി ചെറിയ കാക്കാപ്പൂവുണ്ട്. കാക്കാപ്പൂവല്ല, അതിനകത്ത് തന്നെ ഒരു കുറച്ചും കൂടി വെള്ള ചേർന്നിട്ടുള്ളത്. അതിന് നമ്മളെ നാട്ടിലെ എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ഭാഗങ്ങളിൽ കണ്ണിപ്പൂവ് എന്ന് പറയും. അതിനോടൊപ്പം തന്നെ വെള്ള ചേർന്നിട്ട്, വെള്ളയും വയലറ്റും ചേർന്നിട്ട് അതേ വലിപ്പത്തിൽ അതിനോട് ചേർന്നിട്ട് തന്നെ കൃഷ്ണപ്പൂവ്, ഇങ്ങനെ 2-3 സാധനം ഉണ്ടാവും. ഇതൊക്കെ സെപ്പറേറ്റ് വേറെ പാത്രങ്ങളിൽ നമ്മൾ പറിച്ച് ഇടും. അപ്പോൾ മത്സരമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ. അതേപോലെ തന്നെയാണ് അരിപ്പൂ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പറയുന്ന അരിപ്പൂ, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് അറിയില്ല. അരിപ്പൂ എന്നല്ല, അതും കാട് കണക്കിനുണ്ട്. പല നിറത്തിലുണ്ടാവും. അത് പല നിറത്തിൽ, വെള്ളയുണ്ടാവും, റെഡ് ഉണ്ടാവും, വയലറ്റ് ഉണ്ടാവും. അങ്ങനെ പല നിറത്തിലുള്ള അരിപ്പൂവിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അരിപ്പൂവായാലും അതും നമ്മൾ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഇലയെ കൊണ്ട് തന്നെയുള്ള സഞ്ചിയിലേക്ക് ഇത് നടക്കും. അത് 1-2 പലതരത്തിലുള്ള സഞ്ചികൾ നമ്മൾ കൊണ്ടുപോകും. ആ യാത്രയിൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ, നമ്മൾ യാത്രയിൽ ഈ പൂ പറിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉച്ചക്കുള്ള ഭക്ഷണവും രാവിലത്തെ ഭക്ഷണമൊക്കെ എടുത്ത് പുലർച്ചയ്ക്ക് പോകും. ഏറ്റവും കൂടുതൽ പൂക്കൾ കിട്ടണം, ഏറ്റവും വലിയ വൃത്താകൃതിയിൽ പൂക്കളം ഒരുക്കണമെന്ന ചിന്തയോടു കൂടിയാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൂടാതെയാണ് തുമ്പപ്പൂ. വെള്ള നിറത്തിലുള്ള ഒരു പൂവാണ്. ആ തുമ്പപ്പൂ നമ്മൾ പറിച്ചെടുക്കും. അതും കൂടാതെ ചെണ്ടുമല്ലിക പല നിറത്തിലുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ചെണ്ടുമല്ലികയുണ്ട്. വാടാർ മല്ലിക, ചില ആൾക്കാർ വാടാർ മല്ലികയും ചെണ്ടുമല്ലികയും ഒരേ പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവിടെയുള്ള വാടാർ മല്ലികയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വാടാർ മല്ലിക എന്ന് പറയുന്നത് ഒരു മാസം വെച്ചാൽ ഇതേ പടിയുണ്ടാവും. പ്ലാസ്റ്റിക് പൂ പോലെയുള്ളത്. പക്ഷേ പൂക്കൾ ഒരുക്കുമ്പം ഇത് പരമാവധി ഇട്ട് കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ ഇന്നിട്ട പൂക്കൾ ഒരു 3-4 ദിവസത്തേക്ക് ഒന്നും ആയി പോകില്ല എന്നർത്ഥം. അപ്പോൾ വാടാർ മല്ലിക എന്ന് പറയുന്ന പൂവുണ്ട്. അതുപോലെ തന്നെ വട്ടപ്പിരിയൻ എന്ന് പറയുന്നത്, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലൊക്കെ വരുന്നത് വട്ടപ്പിരിയൻ എന്ന് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഔഷധമുള്ളതാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന അസുഖമുള്ള ആൾക്കാരില്ലേ, ഞാനിവിടെ പൂവിൻ്റെ ചിത്രം കാണിച്ചത് തന്നെ അതുകൊണ്ടാണ്. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന അസുഖമുള്ള ആൾക്കാർ ഈ വട്ടപ്പിരിയൻ്റെ ചെടി ഇങ്ങനെ പിഴുതെടുത്തിട്ട് അതിൻ്റെ വേരുണ്ടാവുമല്ലോ, ആ വേര് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് നമ്മുടെ കാലുണ്ടല്ലോ, 2 കാലിൻ്റെയും പെരുവിരലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നഖത്തിൻ്റെ സൈഡിൽ ആ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരാഴ്ച ചെയ്യേണ്ടു, നമ്മുടെ ഈ പറയുന്ന മൈഗ്രെയിൻ പൂർണ്ണമായിട്ടില്ലാണ്ടാവും. പിന്നീട് നമുക്കത് വരില്ല എന്നർത്ഥം. അത്ര ഔഷധഗുണമുള്ളതാണ്. അതിൻ്റെ പൂക്കളും നമ്മൾ ഈ തരത്തിൽ എടുക്കുന്നു എന്നർത്ഥം. അതുപോലെ കണ്ണാന്തളി എന്ന് പറയുന്നൊരു പൂക്കളുണ്ട്. കണ്ണാന്തളി ഞങ്ങളവിടെ പറയുന്ന ഓണപ്പൂ എന്ന് പറയുന്നത് ഈ ഒരു പൂവിനെയാണ്. എന്നാൽ മറ്റു ചില സ്ഥലത്ത് ഈ കണ്ണാന്തളിനെ മറ്റു പല പേരിലും പറയപ്പെടുന്നു. അല്ല, കണ്ണാന്തളി എന്ന് വേറെ സ്ഥലത്ത് പറയുന്നു, ഞങ്ങൾ ഓണപ്പൂ എന്ന് പറയുന്നു. കാശിത്തുമ്പ എന്ന് പറയുന്ന പൂക്കളും ഞങ്ങളിവിടെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പൂക്കൾ, സീനിക എന്ന് പറയുന്ന പൂക്കൾ, ഡാലിയ എന്ന് പറയുന്ന പൂക്കൾ, അങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്തത്ര നാടൻ പൂക്കൾ നമ്മളിങ്ങനെ ശേഖരിച്ച് ആ പൂക്കളാണ് ഈ തിരുവോണ നാളിൽ നമ്മൾ ഒരുക്കുക. അപ്പോൾ ഉത്രാട നാളിലിട്ട് അതിൻ്റെ നേരെ ഇരട്ടി വലിപ്പവും ഉണ്ടാവും ഈ പൂക്കളത്തിന്. എന്തിനാണ് ഈ പൂക്കൾ ഇടുന്നതെന്നൊക്കെ ഞാൻ പറയാം. അത് ഞാൻ നേരത്തെ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവർക്ക് അറിയാം. എന്നാലും ഒന്നുകൂടി ഞാൻ അത് സൂചിപ്പിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, തൊട്ട് തലേ ദിവസം ഈ പൂക്കളൊക്കെ ശേഖരിച്ച് വെക്കും. ഭക്ഷ്യവസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കും. പച്ചക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിക്കും. എന്നിട്ടോ തിരുവോണത്തിൻ്റെ അന്നേ ദിവസം പുലർച്ചെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനം നടത്തണം. തിരുവോണം പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മൾ പോകേണ്ടത്. വിഷ്ണുവിൻ്റെത്, ശ്രീരാമൻ്റെത്, ശ്രീകൃഷ്ണൻ്റെത്, വാമനമൂർത്തിയുടേത്, നരസിംഹത്തിൻ്റെത്, അങ്ങനെ വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകുന്നത് കുറേ കൂടി സന്തോഷമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഈ മഹാവിഷ്ണുവിൻ്റെ ജന്മനാളാണ് തിരുവോണം. അപ്പോൾ ആ തിരുവോണ നാളിൽ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകുന്നതല്ലേ നല്ലത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ ദൈവങ്ങളും ഒന്നായിട്ട് തന്നെയാണ്. എന്നാൽ നമ്മുടെ പിറന്നാളിൻ്റെ അന്ന് നമ്മുടെ അടുത്തേക്ക് അതിഥികൾ വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പിറന്നാളാണ് ഈ തിരുവോണം നാൾ എന്നുള്ളത് കൊണ്ടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയാൻ കാരണം. എന്നാൽ അതേ വിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രം തന്നെയാണ് വാമനമൂർത്തിക്കുള്ളത്, തിരുവോണ നക്ഷത്രം. ഈ വാമനമൂർത്തിയുടെ ജന്മം കൊണ്ട് പവിത്രമായ ഈ പുണ്യ ദിവസം തിരുവോണ നാളിൽ വാമനമൂർത്തി വീണ്ടും അവതാരമെടുക്കും നമ്മളുടെ അരികിലേക്ക് വരാൻ എന്നതാണ് സങ്കല്പം. മഹാബലി വരുന്നതല്ല. പലരും പറഞ്ഞിരിക്കുന്ന അറിയോ, ഈ വാമനൻ മഹാബലിയെ ചവിട്ടി പാതാളത്തിൽ താഴ്ത്തി, എന്നിട്ട് ഈ ദിവസം, ഈ ചവിട്ടി താഴ്ത്തിയ ദിവസം എൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി കേരളത്തിൽ വരുമെന്ന്. ഞാനിത് തൊട്ട് മുമ്പത്തെ ഇതിൽ പറഞ്ഞു, മഹാബലി കേരളം ഭരിച്ച ആളല്ല, മറിച്ച് മഹാബലിയുടെ രാജ്യം എവിടെയാണ്,
എവിടെ നിന്നാണ് മഹാബലി ഈ ഭൂമിയിൽ വന്നിട്ട് യാഗം നടത്തിയത്, ഇതൊക്കെ വളരെ വിശദമായി തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടത്തേക്ക് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാ, ഈ പറയുന്ന മഹാബലിയല്ല തിരുവോണ നാളിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ വരുന്നത് വാമനമൂർത്തിയാണ്. വാമനമൂർത്തി വന്നത് എന്തിനാണ്? കൃത്യമായിട്ട് വാമന പുരാണത്തിൽ പറയുന്ന അതേ കാര്യം, അതിൻ്റെ ഫോട്ടോ അടക്കം എടുത്തിട്ട് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് വാമനമൂർത്തി മഹാബലിയുടെ അരികിലേക്ക് വരുന്നത്? 3 അടി മണ്ണിൻ്റെ കാര്യമേ അല്ല, അതല്ലാതെ അതിവിശദമായിട്ടൊരു തത്വം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണ്? മഹാബലിക്കുണ്ടായിട്ടുള്ള അഹങ്കാരം എന്ന് വെച്ചാൽ എല്ലാ സമ്പത്തുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ നിരവധി ആൾക്കാരുണ്ട്, ഇവർക്കൊക്കെ ചിന്തകളെന്നറിയാം. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നേടാൻ പറ്റും, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്ത് വേറൊന്നില്ല, ഞാൻ പറയുന്നതിനപ്പുറം വേറൊരാൾ ചെയ്യാൻ കഴിയില്ല, ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതേപോലെയാണ് മഹാബലിയും ചിന്തിച്ചത്. കാരണം ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തും കൊടുക്കാം, ഏറ്റവും വലിയ ദാനശീലനാണ്, എനിക്ക് ദാനം കൊടുക്കാൻ പറ്റുന്ന അത്ര ഒരാൾക്കും ദാനം കൊടുക്കാൻ കഴിയില്ല, ആര് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കാനുള്ള കഴിവെനിക്കുണ്ട്. ഇതാണ് ഏറ്റവും വലിയ അഹങ്കാരം ഉണ്ടായത്. ആര് എന്ത് ചോദിച്ചാലും എനിക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ഇത് സാധാരണക്കാരായ നമ്മൾക്കും ഉണ്ടാവും. എന്നാൽ ആ ഒരു വ്യക്തിക്ക് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അഹങ്കാരം തീരും. എത്ര പൈസ ഉണ്ടായാലും ചികിത്സിച്ചിട്ട് ഭേദമാകില്ല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പത്തി താഴ്ത്തും. ഇതുപോലെ തന്നെയാണ് മഹാബലിയും എല്ലാ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ തിമിർക്കുന്ന സ്ഥലത്താണ് വാമനമൂർത്തി അവിടെ വരുന്നത്. 3 അടി മണ്ണ് ചോദിച്ചു, 2 അടി മണ്ണ് എടുക്കുമ്പോഴേക്കും പൂർണ്ണമായിട്ടും താൻ ദരിദ്രനായിപ്പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഞാൻ അഹങ്കരിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി എന്നുള്ളത്. അതുകൊണ്ടാണ് ആ വാമനമൂർത്തിയോട് വളരെ വിനീതനായിട്ട് അപേക്ഷിച്ചത്, അങ്ങ് ഏത് രൂപത്തിലാണോ എൻ്റെ മുന്നിൽ വന്നത്, ഒരു കുട്ടിയുടെ രൂപത്തിലല്ലേ, ആ കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് അങ്ങയുടെ ആ കൊച്ചുകാല് പിഞ്ചുകാല് എൻ്റെ ശിരസിൽ വെച്ച് 3ാമത്തെ അടിയായി അളന്നെടുക്കണമെന്ന്. കാരണം അദ്ദേഹം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ഇതുപോലെ നമ്മൾക്കുള്ളിലുണ്ട് അഹങ്കാരമെന്ന് ഞാൻ പറഞ്ഞു. ഞാനാണ് വലിയവൻ, എന്നെ കവച്ച് വേറൊരാളില്ല, ഞാൻ വിചാരിച്ചാൽ എന്ത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അത് നമ്മുടെ നാശമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ നാശമില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഈ മഹാബലിയുടെയും വാമനമൂർത്തിയുടെയും കൃത്യമായ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം, കഥ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ വാമനമൂർത്തിയുടെ ജന്മം വരുന്ന ഈ നാളിൽ എൻ്റെ സകല അഹങ്കാരവും തീർത്ത് എന്നെ ശ്രേഷ്ഠനായൊരു മഹാബലിയാക്കാൻ വേണ്ടി വാമനമൂർത്തിയുടെ അവതാരമെടുക്കുന്നു. ആ വാമനമൂർത്തിയെ സ്വീകരിക്കാനാണ് ഈ പൂക്കൾ മുഴുവൻ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ പൂക്കളും ഒരുക്കിയില്ലേ, അത് ഈ വാമനമൂർത്തിയെ സ്വീകരിക്കാനാണ്. എന്ന് ഇന്ന് അങ്ങനെയാണോ നടക്കുന്നത്? ആലോചിച്ച് നോക്ക്. ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ തുടങ്ങും ചെണ്ട മുട്ടിയിട്ടൊക്കെ വരാൻ. ചെണ്ട മുട്ടി, അതുപോലെ തന്നെ വലിയ കുമ്പക്കൊടൽ, വലിയ മീശ, ഉണ്ടക്കണ്ണ്, അല്ല ഒരു പ്രാകൃത രൂപം. നമ്മളെ നാട്ടിൽ പറയും ഒരു പ്രേക്രോൻ തവള എന്ന് പറയുന്നൊരു തവളയുണ്ട്, അതുപോലെയുള്ളത്. അങ്ങനെ ആ പ്രേക്രോൻ തവളയുടെ രൂപത്തിലാക്കിയിട്ടാണ് ഇത് കൊണ്ടുവരിക. എന്നിട്ട് ചെയ്തെന്തറിയാം, ഓരോ വീട്ടിലും വരും, കൈ നീട്ടും, യാചകനെ പോലെ, ഭിക്ഷക്കാരനെ പോലെ. അവർ കൊടുക്കുന്നത് 1 ഉറുപ്പ്യ ആയാലും 2 ഉറുപ്പ്യ ആയാലും 5 ആയാലും 10 ആയാലും മുഴുവൻ ഇവർ വാങ്ങിക്കും. എന്നിട്ടോ ഇവർ കൊണ്ടുപോയിട്ട് വൈകിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം മദ്യസേവ അല്ലെങ്കിൽ ധൂർത്തടിക്കുക. എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ. ഒരു ചക്രവർത്തിയാണ് മഹാബലി, അതിശക്തിമാനായിട്ടുള്ള ചക്രവർത്തിയാണ്. ആ ചക്രവർത്തിയായിട്ടുള്ള സുന്ദരനായിട്ടുള്ള കഴിവുള്ളവനായിട്ടുള്ള 14 ലോകങ്ങളും അടക്കി ഭരിച്ചിരുന്ന ദേവേന്ദ്രൻ പോലും പേടിച്ച് നാട് വിട്ടുപോയ ആ മഹാബലി ഓലക്കൊടയല്ല, സ്വർണ്ണക്കൊടയാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല. അത്രയേറെ സമ്പാദ്യമുള്ളവനാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ പറ്റി ഭിക്ഷയാചിക്കണ്ടല്ല, അത്ര സമ്പാദ്യവും ധനാഢ്യനും മറ്റും ദാനശീലനാണ്. ആ ദാനശീലനാണ് മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് ഭിക്ഷയെടുക്കുന്നത്, ഇങ്ങനെ തെണ്ടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓരോ വീട് വിടാൻ കയറിയിട്ട് പട്ടുകൊടയെടുത്തിട്ട് വരാം അദ്ദേഹത്തിന്. ആ മഹാബലിയെ ഭിക്ഷക്കാരനായി ചിത്രീകരിച്ചിട്ട് വീടാന്തരം കയറിയിട്ട് ഭിക്ഷയെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എത്ര വിരോധാഭാസമാണ് നോക്കണം. മഹാബലി ചക്രവർത്തിയല്ലേ, അപ്പോൾ മഹാബലി വന്നിട്ട് മറ്റുള്ളവർക്ക് സമ്മാനമല്ലേ കൊടുക്കേണ്ടത്? സമ്മാനം കൊടുക്കുന്നവർ സമ്മാനം വാങ്ങിച്ചു പോകുന്നതാണോ മഹാബലി ചെയ്യേണ്ടത്? ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന മഹാബലിയാണെങ്കിൽ നമ്മുടെ അരികിൽ ഒരു സമ്മാനം തരല്ലേ വേണ്ടത്? തൻ്റെ പ്രജകൾക്ക് സമ്മാനം കൊടുക്കാനല്ലേ രാജാവ് വരേണ്ടത്? ഇത് നേരെ തിരിച്ച്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിലും നാട്ടുമ്പുറങ്ങളിലൊക്കെ ഞങ്ങൾ ഇടക്കാലത്ത് ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു വാമനമൂർത്തിയുടെ ഒരു രൂപം ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് വേഷം കെട്ടിക്കും. ഓലക്കൊടിയെടുത്ത്, വാമനമൂർത്തി സാധാരണ ഒരു സാധു ബ്രാഹ്മണൻ്റെ വേഷമാണല്ലോ. അപ്പോൾ ഓലക്കൊടിയെടുത്ത്
അതിനോടൊപ്പം ഒരു മഹാബലിയെയും കൂട്ടും. എന്തിനാ? ഈ വാമനനാണ് ഈ മഹാബലിയുടെ അഹങ്കാരം ഇല്ലാതാക്കിയത് എന്നുള്ള തത്വം, അതിൻ്റെ ചെറിയൊരു ലഘുലേഖ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. തിരുവോണത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോയിലുള്ള കാര്യമാണ് ലഘുലേഖയിൽ ഉണ്ടാവുക. എന്നിട്ടോ ഇത് തയ്യാറാക്കിയിട്ട് ഈ മഹാബലിയും ഈ വാമനമൂർത്തിയും കൂടിയിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ ഒന്നിച്ചിട്ട് വാദ്യമേളത്തോട് കൂടിയിട്ട് ഓരോ വീടാന്തരം കയറും. എന്തിനാണെന്നറിയോ? മഹാബലി വരുന്നത് ചക്രവർത്തിയാണ്, ഒന്നിച്ച് വാമനമൂർത്തി ഉണ്ട്. ഈ വാമനമൂർത്തി നമ്മുടെ വീട്ടിൽ വന്നാൽ എന്താ സ്ഥിതി? നമ്മുടെ അഹങ്കാരം ഇല്ലാതെയാക്കും. അതിന് പ്രതീകമായിട്ട് മഹാബലി ഒന്നിച്ചുണ്ട്. ഈ വാമനമൂർത്തി ഓരോ വീട്ടിലുള്ള ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഏറ്റവും ചെറിയ കുട്ടിക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാർക്ക് ഒരു സമ്മാനം കൊടുക്കും. ഇങ്ങോട്ട് പൈസ ഒന്നും വാങ്ങില്ല കേട്ടോ. ഈ ഭിക്ഷക്കാരനായിട്ടല്ല വാമനനും മഹാബലിയും വരുന്നത്, അവരങ്ങോട്ട് സമ്മാനം കൊടുക്കും ഒരാൾക്ക്. ചെറിയതൊന്നുമില്ല. നമ്മൾ ചെറിയ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് സംഭവം. ആ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിൽ 1 ഉറുപ്പിയുടെ നാണയം തൊട്ട് കൊടുക്കും. ഇന്ന് 1 ഉറുപ്പിയുടെ നാണയം തൊട്ട് കൊടുത്തില്ല, അല്ല 10 രൂപയെങ്കിലും നമ്മൾ കൊടുക്കണം. ആ വീട്ടിലെ അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാർക്ക് ഒരു നാണയത്തിട്ട്. അതാണ് ഓണത്തിൻ്റെ സമ്മാനം, അല്ലെങ്കിൽ തിരുവോണ സമ്മാനം എന്ന രീതിയിൽ ഇവർ കൊടുക്കും. അതല്ലെങ്കിൽ ചെറുമാതിരി എന്തെങ്കിലും സമ്മാനം പൊതിഞ്ഞ് തയ്യാറാക്കിയിട്ട് നമുക്ക് വീടാന്തരം കയറിയിട്ട് ഇത്തരത്തിലുള്ള സമ്മാനം, വാമനമൂർത്തിയുടെ സമ്മാനം എന്ന രീതിയിൽ നമുക്ക് കൊടുക്കുന്നത് ശ്രേഷ്ഠമായ ഒരു ആചാരമായിരിക്കും. എന്തോ ആവട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രഭാതത്തിൽ ഈ തരത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ചടങ്ങ്. ക്ഷേത്ര ദർശനത്തിന് കുളി കഴിഞ്ഞ് ശുദ്ധമായി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന വാമനമൂർത്തിയെ വരവേൽക്കുവാനായിട്ടുള്ള പൂക്കളം ഒരുക്കും. വളരെ മനോഹരമായിട്ട് നമ്മൾ ഇലകൾ, പണ്ട് കാലങ്ങളിൽ ചെറിയ വർണ്ണമനോഹരമായിട്ടുള്ള ഈ ഇലകളുണ്ട്, അതൊക്കെ ചെറിയ അരിഞ്ഞിട്ട് അത് ഒരു പൂക്കളായിട്ട് നമ്മൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഈ മരപ്പൊടിയില്ല, ആ മരപ്പൊടിയിൽ പൂക്കൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മരപ്പൊടിയിൽ കളറ് ചേർത്തിട്ട് പലതരത്തിലുള്ള പൂക്കളെ പോലെ ആക്കാറുണ്ട്. അതുപോലെ നമ്മൾ യൂക്കാലി എന്ന് പറയുന്ന ആ ചെടി മരമുണ്ടല്ലോ, അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ പലതരത്തിലുള്ള പൂക്കളാക്കിയിട്ട്, നിരവധി തരത്തിലുള്ള പൂക്കളാക്കിയിട്ട്, ചുരുങ്ങിയത് 21, 24 ടൈപ്പ്, ചിലപ്പോൾ 30, 35 ടൈപ്പൊക്കെ പൂക്കളുണ്ടാവും. പൂക്കള മത്സരത്തിന് ആ സമയത്ത് എല്ലാ വീടുകളും പൂക്കള മത്സരം നടത്തുമ്പം ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്നതെങ്ങനെ അറിയോ? നാടൻ പൂവ് ഉണ്ടോ? ഈ നാടൻ പൂവ് ഉണ്ടെങ്കിൽ ആ നാടൻ പൂവിനാണ് കൂടുതൽ മാർക്കിടുക. കാരണം അത് അവരുടെ അധ്വാനമാണ്. കുട്ടികൾ തിരുവോണത്തിന് വേണ്ടിയിട്ട് ഓരോ തൊടിയിലും ഓരോ പറമ്പിലും പോയി പറിച്ചു കൊണ്ടിരുന്നതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി അവർക്ക് ഭംഗിക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ അധ്വാനത്തിനാണ്. അപ്പോൾ ആ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചോദിച്ചാൽ ഓരോ സ്ഥലത്തും ഒരു പൂക്കൾ ശേഖരിച്ചിട്ട് അതിൽ എത്ര നാടൻ പൂക്കളുണ്ട്, ആ പൂക്കൾ ഇവർ എണ്ണെടുക്കും. അത് മൊത്തത്തിൽ എത്ര തരം പൂക്കളുണ്ട്, അതിൽ എത്ര തരം നാടൻ പൂക്കളുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പോയിന്റ് കൊടുക്കും. പിന്നെ അവിടെ ഇട്ടിരുന്ന ആശയം, തിരുവോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയമാണെങ്കിൽ അതിന് പോയിന്റ് കൊടുക്കും. അതെല്ലാം വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പൂക്കള മത്സരം നടത്താറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളും മുതിർന്ന ആൾക്കാരും കൂടിയിട്ട് പൂക്കളം ഒരുക്കും. പക്ഷേ ഈ സമയത്ത് അമ്മയോ അടുക്കളയിൽ നിന്ന് തകൃതമായിട്ടുള്ള സദ്യ ഒരുക്കുന്ന തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്ന അറിയും? കുട്ടികളായാലും മുതിർന്ന കുളി കഴിഞ്ഞാൽ പുതുവസ്ത്രം ധരിക്കും അവർ. ഈ തിരുവോണ നാളിൽ കുളി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള വിളക്ക് കൊളുത്തി നാമജപം നടത്തി അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. പക്ഷേ കുളി കഴിഞ്ഞ ഉടൻ തന്നെ അവർ പുതുവസ്ത്രം കൂടി ധരിക്കും. കുട്ടികൾക്ക് ഈ പുതുവസ്ത്രം, ഓണവസ്ത്രം എന്ന് പറഞ്ഞാൽ, ഓണക്കോടി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കും ഇതൊന്ന് ഇടാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഓണക്കോടി ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷം പൂക്കളം ഒരുക്കി ആ അവസരത്തിൽ അമ്മയും സ്ത്രീകളായ ആൾക്കാരും ചിലപ്പോൾ അച്ഛനും ഒക്കെ അടുക്കളയിലായിരിക്കും ഉണ്ടാവുക. അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ വേണ്ടി അച്ഛനൊക്കെ നിൽക്കും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സദ്യ ഒരുക്കും. ഇന്ന് സദ്യ ഒരുക്കുന്നുണ്ടോ? ഇന്ന് സദ്യയില്ല, ഇന്ന് ബിരിയാണിയാണ്. എന്ന് പറഞ്ഞാൽ മന്തിയാണ്, അങ്ങനെയുള്ള പറയുന്ന ഒരു തരത്തിലുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇന്ന് ആൾക്കാർ ചെയ്യുന്നു. കാരണം പ്രധാനമായി ചിന്തിക്കേണ്ടത് ഇത് സാക്ഷാൽ നാരായണൻ്റെ ജന്മദിനമാണ്. നാരായണൻ്റെ ജന്മദിനമാകുമ്പോൾ അവിടെ മത്സ്യമാംസാദികൾ നമ്മൾ ആ വീട്ടിൽ കയറ്റില്ല. ഈ ഉത്രാടത്തിൻ്റെയും തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ ഈ മത്സ്യം വെക്കുന്ന ചട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെക്കും. തീർത്ഥം തളിക്കും. എന്നിട്ട് ഇനി അതിനുള്ളിലേക്ക് ഒന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇന്ന് നോക്കൂ, ആടിനെയും പോത്തിനെയും കോഴിയെയും കൊന്നിട്ട് അതിൻ്റെ മാംസമാണ് ഈ നല്ലൊരു പിറന്നാളിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നല്ല നല്ല പായസം ഉണ്ടാക്കി നല്ല നല്ല കറികൾ ഉണ്ടാക്കിയിട്ട് സാക്ഷാൽ നാരായണന് മുന്നിൽ സമർപ്പിക്കേണ്ടതാ. അപ്പോൾ ഇങ്ങനെ നല്ല സദ്യ ഒരുക്കിയിട്ട്
ആ സദ്യ കുടുംബസമേതം ഒന്നിച്ചിരുന്ന് കഴിക്കണം. യഥാർത്ഥത്തിൽ ഈ കുടുംബസമേതം ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന അവസരത്തിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഗർഭിണിക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. കാരണം ഈ തത്വം കാരണം ഒരു പുതിയ തലമുറ രണ്ടാളാണ് അവർ. അപ്പോൾ ഈ ഭക്ഷണം ആ ഗർഭിണിയല്ല വിളമ്പി കൊടുക്കേണ്ടത്, ഗർഭിണിക്ക് ആദ്യം വിളമ്പി കൊടുക്കണം. ആ കൂട്ടത്തിൽ കുട്ടികൾക്കും ഇരിക്കാം. അപ്പോൾ കുട്ടികളും ഗർഭിണികളും ഇരിക്കും. അല്ല കുറച്ച് ആൾക്കാരേ ഉള്ളൂ എങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന വിധത്തിൽ ഇല വെക്കുമ്പോൾ ആദ്യത്തെ ഇല, നേരത്തെ ഗർഭിണി ഇരുന്നാലും അല്ലെങ്കിൽ കുട്ടികളിരുന്നാലും ആദ്യം വെക്കുന്ന ഇല സാക്ഷാൽ വാമനമൂർത്തിയെ സങ്കല്പിച്ചും കൊണ്ട് ഒരു ഇല വെക്കണം. വിളക്ക് കൊളുത്തി വെച്ച്, വിളക്ക് വെറും നിലത്ത് വെക്കരുത്, അതിനടിയിൽ ഒരു ഇലയോ അങ്ങനെ എന്തെങ്കിലും വിളക്ക് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു വിളക്ക് തിരി വാമനമൂർത്തിയുടെ നേർക്കും ഒരു വിളക്ക് തിരി ആരാണോ ഭക്ഷണം വിളമ്പുന്നത് അവരുടെ നേർക്കുമായി വരുന്ന വിധത്തിൽ വേണം നിലവിളക്ക് കൊടുത്താൽ. കിഴക്ക് വടക്ക് പടിഞ്ഞാറൊന്നും ഇവിടെ പ്രശ്നമല്ല. അവിടെ സങ്കല്പിച്ചിട്ട് വാമനമൂർത്തിയെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പട്ട് വിരിച്ച്, അല്ലെങ്കിൽ അതിനുള്ളൊരു ആവണിപ്പല ഇട്ട് അതിനുള്ളൊരു പട്ട് വിരിച്ചിട്ട് അതിൽ നമ്മുടെ വാമനമൂർത്തി വരും, അവിടെ ഇരിക്കും എന്നുള്ള സങ്കല്പമാണ് നമ്മൾ വേണ്ടത്. അതിന് മുമ്പിൽ വേണം നമ്മൾ ഇല വെക്കാൻ വേണ്ടിയിട്ട്. ഇല നമ്മളൊരു മനുഷ്യൻ്റെ മുമ്പിൽ എങ്ങനെയാണോ ഇല വെക്കുന്നത് അതേപോലെ ആ നാക്ക് വരുന്ന ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ കൊടി വരുന്ന തൂശനിലയുടേതാണെങ്കിൽ അതിൻ്റെ ആ അറ്റം വരുന്ന ഭാഗം ഇടത് ഭാഗത്ത് വരുന്ന വിധത്തിൽ വേണം ഇല വെക്കാൻ. എന്നിട്ട് ആദ്യം വിളമ്പുന്നത് ഈ വാമനമൂർത്തിക്ക്, പിന്നീട് ഗർഭിണിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക്, അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ വിളമ്പി ഇതാക്കുക. വെള്ളവും പായസവും എല്ലാം ഈ വാമനമൂർത്തിയുടെ മുന്നിൽ വെക്കണം. ഈ വാമനമൂർത്തിയുടെ മുമ്പിൽ വെക്കുന്ന ഭക്ഷണം നമ്മൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, ഗൃഹനാഥന് കഴിക്കാം, ആർക്ക് വേണം കഴിക്കാം. അപ്പോൾ ഇതാണ് ആ ഭക്ഷണം വിളമ്പുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും സാക്ഷാൽ നാരായണനെ പ്രാർത്ഥിച്ച് നാരായണ മന്ത്രം ജപിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നാരായണൻ്റെ പിറന്നാളല്ലേ, നമ്മളിപ്പോൾ നമ്മുടെ പിറന്നാളിൻ്റെ സമയത്ത് ഒരു കേക്ക് മുറിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പായസം വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഇതിന് പ്രത്യേകത വരുന്നുണ്ട്. അതുപോലെ ഈ വാമനമൂർത്തിക്ക് ഒരു ആരതിയൊക്കെ ഒഴിയണം. മനുഷ്യന്മാരാണെങ്കിൽ അവരുടെ പിറന്നാളിന് ഒരു ആരതി ഒഴിയാറുണ്ട് നമ്മുടെ സംസ്കാരപ്രകാരം. എങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്കേണ്ടതെന്നുള്ളതിന് തൊട്ട് മുമ്പ് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിറന്നാൾ ആഘോഷിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ആരതി ഒഴിയും ഈ വാമനമൂർത്തിക്ക്, അതിനുശേഷം ഭക്ഷണം വിളമ്പാവും. അതുകൂടി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുക. പിന്നെയുള്ളതാണ് ഓണക്കളികൾ. ഓണക്കളികളില്ല ഇന്ന് പകരം എന്താണെന്നറിയോ, ഇന്ന് ടി വിയിലുള്ള സിനിമ കാണല. അതിന് പകരം നമ്മൾ കുടുംബസമേതം രസകരമായ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുക. ഇപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടി ആ ഊഞ്ഞാലാട്ടമൊക്കെ ഓണത്തിന് പ്രത്യേകിച്ച് ഓണ ഊഞ്ഞാൽ എന്നിട്ടൊരു ഊഞ്ഞാൽ പോലും ഉണ്ട്, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഓണ ഊഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വടംവലി നടത്താറുണ്ട്, കസേരക്കളി നടത്താറുണ്ട്. അങ്ങനെ രസകരമായ കളികൾ കുടുംബസമേതം ചിലപ്പോൾ 3-4 കുടുംബങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് ചെയ്യും, ചിലപ്പോൾ കൂട്ടുകുടുംബങ്ങളായി ചെയ്യും. അയൽവാസികളും അവരും ഇവരൊക്കെ ഒത്തുകൂടിയിട്ട് ഒരു 10-12 വീട്ടുകാർ ഒന്നിച്ച് ചേർന്നിട്ട് രസകരമായിട്ടുള്ള കളികളൊക്കെ ഏർപ്പെടാറുണ്ട് ഓണം. അങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വാമനമൂർത്തിയാണ്, മഹാബലിയല്ല. മഹാബലിയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെയുള്ള വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോൻ്റെ. ഇത് കുറച്ച് സമയം നിങ്ങൾ എടുത്തിട്ട് ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയവും നമുക്ക് തീരും. അതുമായി ബന്ധപ്പെട്ടിട്ട് പലരും ചോദിച്ച ചോദ്യങ്ങളാണ് ആ വീഡിയോ ആക്കുന്നത്. പലരും ചോദിച്ച ചോദ്യമാണ്, എന്താ ഈ പറയുന്ന വാമനനല്ലേ വില്ലൻ, സാധുവായ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയാണോ, അയാൾ നല്ലൊരു മനുഷ്യനല്ലേ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ കഥയൊക്കെ നമ്മുടെ പുരാണത്തിലല്ലേ ഉള്ളത്. പുരാണം വായിക്കാതെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മറ്റുള്ളവർ പറയുന്നതല്ലല്ലോ, പുരാണത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ആ പുരാണത്തിലുള്ള യാഥാർത്ഥ്യമാണ് എന്താണെന്നാണ് ഞാൻ അവിടെ വരച്ച് കാട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളത് കാണണമെന്ന് പറയാൻ കാരണം. ചിലർ പറയാറുണ്ട് 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. ഈ 6ാമത്തെ അവതാരം എറിഞ്ഞിട്ടല്ലേ കേരളം ഉണ്ടായത്, പിന്നെ എങ്ങനെ 5ാമത്തെ അവതാരമായ മഹാബലി അവിടെ വന്നത് നമുക്ക് നമ്മളോട് ചോദിക്കാറില്ലേ? പക്ഷേ അതിനൊക്കെ വളരെ കൃത്യമായ ഉത്തരമാണ് തൊട്ട് മുമ്പുള്ള വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ കാണണം. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇതിലിപ്പോൾ നിങ്ങൾ ഞാനിപ്പം ഇവിടെ വീഡിയോയിൽ ഈ തിരുവോണം ആഘോഷിക്കേണ്ട വിധത്തെക്കുറിച്ച് പറഞ്ഞു. തിരുവോണം ആഘോഷിക്കേണ്ട വിധത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ആഘോഷം ഉണ്ടോ, നിങ്ങൾ അവിടെ ഏതെങ്കിലും ഈ കാര്യത്തിൽ ഏതെങ്കിലും വിട്ടുപോയ ഭാഗം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ നിങ്ങളുടെ നാട്ടിൽ നടത്തുന്ന കാര്യം വിട്ടുപോയതുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരു കുടുംബാംഗത്തെ പോലെ കണ്ടിട്ട് എൻ്റെ ഈ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ താഴെ കമൻറ്റ് എഴുതിയിട്ട് നോക്കിക്കോളും, അവിടെ തൊട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ
തിരുവോണം നടത്തുമ്പോൾ ഇതിലത്തെ എന്തെങ്കിലും വിട്ടുപോയ ഭാഗം ഉണ്ടെങ്കിൽ അതുകൂടി അവിടെ എഴുതി ചേർക്കാം. നമുക്ക് പിന്നീട് പ്രഭാഷണം ചെയ്യുമ്പോൾ നമുക്ക് അതുകൂടി ചേർക്കാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ വിഷയം ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇതൊന്നും കൂടാതെ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ രേഖപ്പെടുത്തുക. പ്രധാനമായി നമ്മൾ ചിന്തിക്കട്ടെ, ഇത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു ആഘോഷമാണ്. സാക്ഷാൽ നാരായണൻ്റെ ജന്മദിനമാണ്. ആ ജന്മദിനം നമ്മൾ കേമമായിട്ട് ആഘോഷിക്കണം. പക്ഷേ ആ ദിവസം നിങ്ങൾ നോക്കൂ, ഉച്ച കഴിഞ്ഞാൽ പുരുഷന്മാരെല്ലാം മദ്യത്തിൻ്റെ പുറകെ ഓടുകയാണ്. മദ്യക്കുപ്പികൾ പൊട്ടിക്കുക, നിരവധി കുപ്പികൾ, ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ. അതിൽ നിന്ന് അത് നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠമായ ഐതിഹ്യം നമ്മൾ പഠിക്കണം. അത് നമ്മൾ തന്നെ പ്രചരിപ്പിക്കണം, വേറൊരാളും പ്രചരിപ്പിക്കാനില്ല. അപ്പോൾ യഥാർത്ഥ കഥ നമ്മൾ പരമാവധി സജ്ജനങ്ങൾക്ക് എത്തിക്കാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ നമ്മൾ പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരിലെത്തട്ടെ, അതിൻ്റെ പുണ്യം കൂടി നമുക്ക് കിട്ടട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവോണത്തിൻ്റെ അന്ന് പുതിയൊരു ദിവസം ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നാരായണനായിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷാൽ നാരായണനായിട്ടുള്ള ആ ഭഗവാന്റെ ജന്മനാൾ മുതൽ ഞങ്ങളൊരു പുതിയൊരു മനുഷ്യനായി തീരുകയാണ് ആ ആഘോഷത്തോടു കൂടി. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ചിന്തിക്കുക, എങ്ങനെ സാക്ഷാൽ മഹാബലി നാട് ഭരിച്ചപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മഹാബലിക്ക് അഹങ്കാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നല്ല ശീലങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം നാട് ഭരിക്കുമ്പോൾ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കള്ളവും ചതിയുമില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ലൊരു രാജ്യമാക്കി മാറ്റാൻ ആ മഹാബലിയുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി അതിന് തടസ്സമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അഹങ്കാരം മാത്രമായിരുന്നു. ഇവിടെ ഈ ഭാഗവതത്തിലായാലും വാമന പുരാണത്തിലായാലും പറയുന്നത് വെച്ചാൽ അടുത്ത മന്വന്തരത്തിൽ, ഇന്നത്തെ ഇന്ദ്രൻ എന്ന് പറയുന്നത് പുരന്തരൻ എന്ന് പറയുന്ന ഇന്ദ്രനാണ് ഉള്ളത്. അടുത്ത മന്വന്തരത്തിൽ ദേവലോകത്ത് ഇന്ദ്ര പദവിയിലിരിക്കേണ്ടത് ഈ പറയുന്ന മഹാബലി ചക്രവർത്തിയാണ്. അപ്പോൾ അദ്ദേഹം ആ ഇന്ദ്ര പദവിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ നന്മ കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ അഹങ്കാരം ഇല്ലാതാകുന്നതോടുകൂടിയിട്ട് അയാൾക്ക് 100 യാഗം ചെയ്ത പുണ്യം കിട്ടി എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു അത് ഇല്ലാതാക്കിയുള്ള അഹങ്കാരം ഇല്ലാതാക്കിയോടുകൂടി. അപ്പോൾ അതുപോലെ ശ്രേഷ്ഠന്മാരായ ആളായിത്തീരാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അതുകൊണ്ട് ഇനി തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കാണുക. നമുക്കൊരു പുതിയ ഒരു മനുഷ്യനായി തീരാം. നമ്മുടെ കുടുംബം സ്വർഗ്ഗതുല്യമാക്കാം, വൈകുണ്ഠം പോലെയാക്കാം. നമ്മുടെ ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, എല്ലാവരും സാക്ഷാൽ നാരായണൻ്റെ അവതാരമാണെന്ന് കണ്ട് അവരെല്ലാവരും സ്നേഹിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.